ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ശ്രുതി ഒരു മലേഷ്യക്കാരി അല്ല എന്നുള്ള സത്യം ചന്ദ്ര തിരിച്ചറിയുകയാണ്. മാളുവിന്റെയും ഫെബിന്റെയും വിവാഹശേഷം ചന്ദ്രോദയത്തിലുള്ള എല്ലാവരും പോയെന്ന് വിചാരിച്ച് ബീരാൻ ഹാളിലേക്ക് വരികയാണ്. സച്ചിയും ദേവതിയും ഹാളിൽ തന്നെയുണ്ട്. ബീരാൻ ഇതറിയുന്നില്ല. ബീരാനെ കണ്ട് അവർ ഞെട്ടി നിൽക്കുമ്പോൾ ബീരാനും അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അശോകൻ ബീരാനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഫെബിന്റെ മാമനാണെന്ന് പറഞ്ഞു. തുടർന്ന് സച്ചിയും ദേവതയും വീട്ടിലേക്ക് വരികയാണ്. അവർ സുധിയെയും ശ്രുതിയെയും അന്വേഷിക്കുകയും ഇത് കേട്ടുകൊണ്ട് സുധിയും ശ്രുതിയും അവിടേക്ക് വരികയുമാണ്. വർഷയും ശ്രീകാന്തും എവിടെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ്, അവര് വിവാഹം കഴിഞ്ഞ ഉടനെ റിസോർട്ടിലേക്ക് പോയില്ലേ? ഇത് കേട്ട് സച്ചി പറയുകയാണ്, അയ്യോ നല്ലൊരു സീൻ അവര് മിസ് ചെയ്തല്ലോ. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നു, രേവതി നിന്റെ ഭർത്താവിന് എന്തു പറ്റി? അപ്പൊ രേവതി പറയുകയാണ്, ഇന്നൊരാളുടെ കള്ളം പൊളിയും. അതിനെ കുറിച്ച് സച്ചിയേട്ടൻ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തു പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, അവര് കാരണമില്ലാതെ ഒന്നും പറയില്ല ചന്ദ്രേ. നമ്മുടെ വീട്ടിൽ നിന്നൊരു ചടങ്ങുണ്ട്, അതിനൊരു വിരുന്നുകാരനും ഉണ്ട്. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നു, ചടങ്ങോ? ആരുടെ ചടങ്ങ്? അപ്പൊ ശ്രുതി പറയുകയാണ്, സച്ചി നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും. എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് സച്ചി പറയുകയാണ്, ഹോസ്പിറ്റലിലേക്കല്ലേ, പോയേക്കാം. അവസാനം ആരാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുന്നു, സച്ചി നീ എന്താ ഈ പറയുന്നേ? അപ്പൊ സച്ചി പറയണ, ഞാൻ പറഞ്ഞാൽ ശരിയാകില്ല, വന്നിരിക്കുന്ന മുഖ്യ അതിഥി തന്നെ പറയട്ടെ. അങ്ങനെ സച്ചി ഉറക്കെ ഇളയച്ചാന്ന് വിളിക്കുകയാണ്. ബീരാൻ ഭയത്തോടുകൂടി പതിയെ അകത്തേക്ക് കയറി വരുന്നു. ബീരാനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രുതി. ഇയാൾ എന്താ ഇവിടെ? ഒരു വാക്കുപോലും പറയാതെയാണല്ലോ വന്നതെന്ന് ശ്രുതി മനസ്സിൽ പറയുകയാണ്. ചന്ദ്രയും ശ്രുതിയും സന്തോഷത്തോടുകൂടി അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. ഇതാരാ വന്നിരിക്കുന്നത്? ശ്രുതിയുടെ ഇളയച്ചനോ? വാ വാ അകത്തേക്ക് കയറി വന്ന് പറഞ്ഞ് അവര് വീരാനെയും കൂട്ടി അകത്തേക്ക് കയറി വരുമ്പോൾ ഭയത്തോടുകൂടി നിൽക്കുകയാണ് ശ്രുതി. ശ്രുതി പറയുകയാണ്, ശ്രുതി ഇളയച്ചൻ വരുന്ന കാര്യം നീ പറഞ്ഞതേ ഇല്ലല്ലോ. ബിസിനസിന്റെ കാര്യത്തിന് ഇളയച്ചനോട് പണം ചോദിക്കുന്ന കാര്യം നീ പറഞ്ഞായിരുന്നല്ലോ. അതിനുവേണ്ടിയാണോ ഇളയച്ചൻ വന്നേ? സന്തോഷത്തോടുകൂടി ചന്ദ്ര പറയുന്നു, ഇരിക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശ്രുതിയുടെ അരികിലേക്ക് വന്ന വീരാൻ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സച്ചിയും ദേവതയും മുഖത്തോട് മുഖം നോക്കുകയാണ്. ശ്രുതി സച്ചിയോട് പറയുന്നു, ഇളയച്ചൻ ഇരിക്കട്ടെ, എഴുന്നേക്കട സച്ചി. ശരി ശരി അമ്മ എവിടെ ഇരിക്കുന്നു പറഞ്ഞ് സച്ചിയെ കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. ചന്ദ്ര ചോദിക്കുന്നു, മലേഷ്യക്ക് പോവാണെന്നല്ലേ അന്ന് പറഞ്ഞത്? എപ്പോഴാ മലേഷ്യയിൽ നിന്ന് വന്നേ? ഇപ്പൊ എന്താ പെട്ടെന്ന് വന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ശ്രുതി ചോദിക്കുന്നു, ശ്രുതിയുമായി സംസാരിച്ചായിരുന്നു ഇളയച്ചൻ. പണവുമായി വന്നതാണോ? ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശ്രുതി നിനക്കറിയായിരുന്നോ ഇളയച്ചൻ വരുന്ന കാര്യം? ഇല്ല എനിക്കറിയില്ലായിരുന്നു എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, നിന്നോടും പറഞ്ഞില്ലേ? ചന്ദ്ര പറയുന്നു, ശ്രുതിയുടെ അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. അച്ഛന്റെ സ്ഥാനത്താണ് ഇളയച്ചൻ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണം. മലേഷ്യയിൽ നടക്കുന്ന കേസ് എന്തായി? കേസ് തീർന്നോ? സ്വത്തുക്കളെല്ലാം ശ്രുതിയുടെ പേര് വരുമല്ലോ അല്ലേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് രേവതിയും സച്ചിയും. ശ്രുതി പറയുകയാണ്, ഇളയച്ചൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. പെട്ടെന്ന് എന്താ വന്നത്? അപ്പൊ സച്ചി പറയുകയാണ്, ഞങ്ങളാ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇളയച്ചനെ കണ്ട ഉടനെ കൈയോടെ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇത് കേട്ട് ശ്രുതി മനസ്സിൽ പറയുകയാണ്, എവിടെയോ കണ്ടിട്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നതാ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കണമല്ലോ. അങ്ങനെ ശ്രുതി പറയുന്നു, സച്ചി ഇളയച്ചന് ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ട് വന്നതായിരിക്കും. ഇളയച്ചൻ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വന്നാ പോരെ. നിങ്ങൾ എന്തിനാ കൈയോടെ കൂട്ടിക്കൊണ്ടു വരാനൊക്കെ പോയത്? ഇളയച്ചൻ തിരക്കിലായിരുന്നിരിക്കും. സോറി ഇളയച്ച. സച്ചി എപ്പോഴും ഇങ്ങനെ എപ്പോ എന്തോ ചെയ്യണോന്നറിയില്ല. ഇത് കേട്ട് രേവതി പറയുന്നു, ശ്രുതി സച്ചിയേട്ടന് നന്നായിട്ട് അറിയാം എപ്പോഴെന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ട് ശ്രുതി പറയുകയാണ്, എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും കേൾക്കില്ലേ? ഇളയച്ചൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യവുമായി വന്നതാണോ അതോ ഇവര് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണോ? ഇത് കേട്ട് സച്ചി പറയുന്നു, പാർലർ ഏട്ടത്തിയുടെ ഇളയച്ചൻ മറ്റൊരാളുടെ മാമനും കൂടിയ നമ്മുടെ ഫെബിന്റെ മാമനാണ് ഏട്ടത്തിയുടെ ഇളയച്ചൻ. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി ശ്രുതിയെ നോക്കുകയാണ്. ചന്ദ്ര ചോദിക്കുന്നു, ഇവൻ എന്താ ഈ പറയുന്നേ? നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ ഫെബിന്റെ മാമനാണെന്നോ? അപ്പൊ രേവതി പറയുകയാണ്, അമ്മ സച്ചിയേട്ടൻ പറഞ്ഞത് സത്യ, ഇത് ഫെബിന്റെ മാമനാണ്. രവീന്ദ്രൻ ചോദിക്കുന്നു, ഇവരെല്ലാം അപ്പം ബന്ധുക്കളാണോ? സച്ചി ചോദിക്കുന്നു, ഇതുവരെ അച്ഛന് കാര്യം മനസ്സിലായില്ലേ? ചുമ്മാതല്ല നമ്മളെല്ലാവരും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതി ചോദിക്കുന്നു, ഇളയച്ച എന്താ ഈ സച്ചി പറയുന്നത്? അപ്പൊ ചന്ദ്ര പറയുകയാണ്, അതെ ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പൊ ശ്രുതി പറയണ, മലേഷ്യയില് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുകയാ. ഇത് കേട്ട് സച്ചി പറയണ, അതെ അതെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് പറയുന്ന ബിസിനസ്സാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി ശ്രുതി ബീരാനെ നോക്കുമ്പോൾ രവീന്ദ്രൻ പറയണ, ഒന്നും മനസ്സിലായില്ലടാ സച്ചി. അപ്പൊ ചന്ദ്ര പറയുന്നു, നീ പറഞ്ഞു വരുന്നത് ശ്രുതിയുടെ വീട്ടുകാരും ഫെബിന്റെ വീട്ടുകാരും ബന്ധുക്കളാണെന്നല്ലേ? ഇത് കേട്ട് ശ്രുതി പറയണ, അമ്മ ശ്രുതിയുടെ വീട്ടുകാര് വലിയ ആൾക്കാരാണ്. ചന്ദ്ര ചോദിക്കുന്നു, സച്ചി ശ്രുതിയുടെ ഇളയച്ചനെ തെറ്റിദ്ധരിച്ചതായിരിക്കും. ഇത് കേട്ട് ശ്രുതി പറയണ, അതെ എന്റെ ഇളയച്ചനെ ഇൻസൾട്ട് ചെയ്തതുപോലെ ആയല്ലോ ഇത്. എന്താ ശ്രുതി ഇത്? ഇളയച്ചൻ ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിലാണോ താമസിക്കുന്നത്? നമുക്ക് ഹോട്ടലിൽ പോയി സംസാരിക്കാം വാന്ന് പറഞ്ഞ് ശ്രുതി ബീരാന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് സച്ചി പറയുന്നു, പാർലർ ഏട്ടത്തി ഇവിടെ ഒന്ന് സംസാരിച്ചാ മതി. ചന്ദ്ര പറയുകയാണ്, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്ര ഞാൻ സംസാരിക്കാം, സച്ചി മനസ്സിലാകുന്ന ഭാഷയെ പറ. ശ്രുതി ടെൻഷനോടുകൂടി ബീരാനെ നോക്കുമ്പോൾ ബീരാൻ ഭയത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ സച്ചി പറയുകയാണ്, അച്ഛാ ഇയാള് മലേഷ്യക്കാരനോ സിംഗപ്പൂരുകാരനോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലുള്ള ആള് തന്നെയാണ്. ഇത് കേട്ട് ശ്രുതി പറയുകയാണ്, അത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇളയച്ചൻ
മലേഷ്യ പോയി സെറ്റിൽ ആയതാണ്. ഇത് കേട്ട് സച്ചി പറയുന്നു അത് ഇവര് പറഞ്ഞത്. അച്ഛാ ഇയാള് മലേഷ്യയുടെ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല, പാസ്പോർട്ട് പോലും ഇല്ല. ഇത് കേട്ട് ഞെട്ടി ശ്രുതി ബീരാനെ നോക്കുമ്പോൾ ഭയത്തോടു കൂടി നിൽക്കുകയാണ് ശ്രുതി. നീ എന്താ ഈ പറയുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ് ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറയുക. അപ്പൊ രേവതി പറയുന്നു അമ്മേ സച്ചിയേട്ടൻ കുടിച്ചിട്ടൊന്നും അല്ല പറയുന്നത്. ഇത് കേട്ട് ചന്ദ്ര പറയുകയാണ് അതെങ്ങനെ ശരിയാകും, ഫെബിന്റെ മാമൻ ഇറച്ചി വെട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ട് രേവതി പറയുന്നു അച്ഛാ ആ ഇറച്ചി വെട്ടുകാരൻ ഈ ബീരാനാണ്. ദേഷ്യത്തോടു കൂടി ചന്ദ്ര ചോദിക്കുന്നു നീ എന്താടി ഈ പറയുന്നേ, ശ്രുതിയുടെ ഇളയച്ചൻ ഇറച്ചി വെട്ടുകാരനാണെന്നോ, ഇളയച്ചനെ അപമാനിക്കുകയാണോ നിങ്ങൾ. അപ്പൊ സച്ചി പറയുന്നു ഇയാൾക്ക് ഇറച്ചി വെട്ടാണ് ജോലി. ശ്രുതി ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ വട്ടാണോ, ഇളയച്ചനെ കുറിച്ച് അനാവശ്യം പറയുന്നു. അപ്പൊ സച്ചി പറയുകയാണ് നിങ്ങൾക്കായിരുന്നു വട്ട്, ഒരു ഇറച്ചി വെട്ടുകാരനെ കൊണ്ടുവന്ന് പാർലറേട്ടതി ഇളയച്ചനാണെന്ന് പറഞ്ഞതാ. അപ്പൊ ശ്രുതി പറയുന്നു മതി സച്ചി, ഈ സച്ചി വേണമെന്ന് കരുതി എന്റെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇളയച്ച വാ നമുക്ക് പോകാം. അങ്ങനെ ബീരാനെയും കൂട്ടി ശ്രുതി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ മുന്നിലേക്ക് കയറുന്ന തുടങ്ങി രേവതി പറയുന്നു നിക്ക് ശ്രുതി, ഇനി ശ്രുതിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു അവസാനമായി. ഇനി ഈ കള്ളത്തരങ്ങളുമായി മുന്നോട്ട് പോയാൽ ശ്രുതിക്ക് തന്നെ ആയിരിക്കും പ്രശ്നം. ഇത് കേട്ട് ചന്ദ്ര പറയുകയാണ് എനിക്ക് എന്റെ തല പൊട്ടുന്നത് പോലെയുണ്ട്, എന്താ ഇവിടെ നടക്കുന്നേ. അപ്പൊ സച്ചി പറയുന്നു അമ്മ ഇങ്ങനെ ടെൻഷൻ ആകല്ലേ, മുഴുവൻ കേൾക്ക്. ഇയാള് മലേഷ്യക്കാരനൊന്നും അല്ല, ഇറച്ചിക്കടിക്കാരനാ, പേര് ബീരാൻ. ഇയാളുടെ ഏരിയയിൽ ഇറച്ചി കിട്ടുകാരൻ ബീരാൻ അന്വേഷിച്ചാൽ മതി, ആർക്കും അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അന്വേഷിക്കാം. അച്ഛാ ഞാൻ പറയുന്നത് സത്യമാ, ബീരാനെ സത്യം പറ. അപ്പൊ രേവതി പറയുകയാണ് ഇത്രയും നാളും നിങ്ങൾ ഒരു കുടുംബത്തെ ചതിക്കുകയായിരുന്നു, എന്തെങ്കിലും സത്യം തുറന്നു പറ. ഇത് കേട്ട് ശ്രുതി ഭയത്തോടുകൂടി ബീരാനെ നോക്കുമ്പോൾ രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും മുന്നിലേക്ക് ചെന്ന് കൈകൂപ്പി ബീരാൻ പറയുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. സച്ചി പറഞ്ഞതുപോലെ എന്റെ പേര് ബീരാൻ എന്നാണ്, എനിക്ക് ഇറച്ചിവെട്ടാണ് ജോലി, ഞാൻ മലേഷ്യക്കൊന്നും പോയിട്ടില്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനുമല്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശ്രുതി ചോദിക്കുന്നു അപ്പോ നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ. ഇത് കേട്ട് ബീരാൻ പറയുന്നു അല്ല, എനിക്ക് ഇറച്ചിക്കടയാണ്, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഒരു ദിവസം ഈ ശ്രുതിയുടെ കൂട്ടുകാരി മീര എന്നെ കാണാൻ വന്നിരുന്നു. ആ മീര എന്നോട് പറഞ്ഞു സിനിമയിലൊരു ചാൻസ് മേടിച്ചു തരാം, പക്ഷെ അതിനു മുമ്പ് ഈ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് ഒരു സ്ഥലത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാൻ ശ്രുതിയുടെ ഇളയച്ചനായി ഇവിടേക്ക് വന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ബീരാൻ അവരോട് തുറന്നു പറയുകയാണ്. എല്ലാം കേട്ട് ഞെട്ടി വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ചന്ദ്ര. ശ്രുതി ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ചന്ദ്രപതിയെ സോഫയിലേക്ക് ഇരിക്കുന്നു. രവീന്ദ്രൻ ചോദിക്കുന്നു എന്താ ഇത്, അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചതല്ലേ, ഇങ്ങനെ ഞങ്ങളെ ചതിക്കണമായിരുന്നോ. ശ്രുതിയും ഷോക്കായി നിൽക്കുകയാണ്. അപ്പൊ സച്ചി പറയുകയാണ് ഫ്ലാഷ് ബാക്ക് എല്ലാം അറിഞ്ഞില്ലേ അച്ഛാ, ഇയാള് അഭിനയിക്കാൻ വന്ന ഇളയച്ചനാണ്, ശരിക്കും ഇയാൾ ഒരു ഇറച്ചി വെട്ടുകാരനാ. ശ്രുതി വിശ്വസിക്കാനാകാതെ ശ്രുതിയെ നോക്കുകയാണ്. രവീന്ദ്രൻ ചോദിക്കുന്നു അപ്പോ മലേഷ്യയില് ശ്രുതിയുടെ അച്ഛൻ കേസിന് പോയിരുന്നു, മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞതോ. അപ്പൊ വീരാൻ പറയുകയാണ് അതെല്ലാം ശ്രുതി പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. ശ്രുതി ചോദിക്കുന്നു അപ്പോ ശ്രുതി മലേഷ്യയിൽ നിന്നല്ലേ വന്നത്, അവളുടെ അച്ഛൻ പണക്കാരനല്ലേ. ഇത് കേട്ട് ബീരാൻ പറയുന്നു അതൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രുതിയുടെ ഇടയച്ചനല്ല, ശ്രുതിയുടെ അച്ഛനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. രവീന്ദ്രൻ ചോദിക്കുന്നു നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഈ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്ത് കള്ളം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ നിങ്ങളെ ഞങ്ങൾ കണ്ടത്, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയല്ലായിരുന്നോ. ഇത് കേട്ട് ബീരാൻ പറയുകയാണ് നിങ്ങൾ എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ആദ്യമേ ഞാൻ അഭിനയിക്കാൻ വന്നതേ ഉള്ളായിരുന്നു, പിന്നീട് മനസ്സിലായത് എന്താ നടക്കുന്നതെന്ന്. എന്റെ തൊഴിലിൽ സത്യം ചെയ്ത് ഞാൻ പറയുക, ഞാൻ ആരെയും ചതിച്ച് ജീവിക്കുന്ന ആളല്ല. ഞാൻ ഈ കള്ളം പറഞ്ഞത് ശ്രുതിക്ക് വേണ്ടിയാ, പണം ഒന്നും വാങ്ങിയല്ല ഞാൻ ഇത് ചെയ്തത്. ആ കുട്ടിയുടെ ജീവിതത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി, ഒരു സഹായം എന്ന രീതിയിലാണ് ഞാൻ അഭിനയിച്ചത്. ഈ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളെ ചതിക്കുകയാണെന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചെയ്തത് വലിയ തെറ്റാ, എന്നോട് ക്ഷമിക്കണം. അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നീട് ശ്രുതിക്ക് വേണ്ടി അഭിനയിക്കുകയായിരുന്നു. ആ കുട്ടിയുടെ ഭാവി ജീവിതം ഇതിലാണെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാൻ തോന്നി, ആ കുട്ടിക്ക് വേണ്ടിയാ ഞാൻ അഭിനയിച്ചത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുക, എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയാണ് ശ്രുതി. രേവതിയും ചന്ദ്രയും വളരെ ദേഷ്യത്തോടു കൂടി ശ്രുതിയെ നോക്കുന്നുണ്ട്. വിശ്വസിക്കാനാകാതെ ദേഷ്യത്തോടു കൂടി ശ്രുതിയെ ഒന്ന് നോക്കിയിട്ട് ശ്രുതി പറയുന്നു അച്ഛാ ഇയാളെ വെറുതെ വിടരുത്, പോലീസിൽ ഏൽപ്പിക്കണം. ഇത് കേട്ട് സച്ചി പറയാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ഭാര്യയുടെ പേരിലായിരിക്കും കേസ് വരുന്നത്, നിങ്ങളുടെ ഭാര്യ ആയിരിക്കും പ്രതി. ഇത് കേട്ട് ശ്രുതി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ കൈകൂപ്പി ബീരാൻ പറയുന്നു മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റാ. ശ്രുതി ഞാൻ പറഞ്ഞതല്ലേ ഒരു കള്ളം എന്തും നിലനിൽക്കില്ലെന്ന്, സത്യം എന്നാണെങ്കിലും പുറത്തു വരും. സത്യം തുറന്നു പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളം നിലനിർത്താൻ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും. എന്റെ അഭിനയം ഇവിടെ അവസാനിച്ചു, ഇനിയെങ്കിലും ശ്രുതി സത്യം തുറന്നു പറ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബീരാൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി കണ്ടെത്തിറങ്ങി നിൽക്കുമ്പോൾ സച്ചി പറയുകയാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞതാ ഈ മലേഷ്യയിൽ നിന്ന് വന്ന ഇളയച്ചനെ എനിക്ക് സംശയമുണ്ടെന്ന്, ഇപ്പൊ അത് ശരിയായത് കണ്ടോ. അപ്പൊ രേവതി പറയുകയാണ് അച്ഛാ ഇതിനു മുമ്പും ഞാൻ അയാളെ ഒരിക്കൽ കണ്ടിരുന്നു, എനിക്ക് തെറ്റിപ്പോയതാണെന്നാ ഞാൻ വിചാരിച്ചത്. ശ്രുതി എന്തിനാണ് ഇത്രയും കള്ളം പറഞ്ഞ് നമ്മളെ ചതിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ സച്ചി പറയുകയാണ് ചതിക്കപ്പെടാൻ നമ്മളെല്ലാവരും നിന്നു കൊടുക്കുകയല്ലായിരുന്നു, പാർലറേട്ടത്തി വലിയ ബുദ്ധിശാലിയാ. രവീന്ദ്രൻ ചോദിക്കുന്നു ശ്രുതി എന്താ ഇതെല്ലാം, ഇതൊരു വീടാണോ അതോ നാടക
നാടക കമ്പനിയാണോ? എന്തോരം കള്ളമാ നീ പറഞ്ഞത്? അഭിനയിച്ച് തകർക്കുകയല്ലായിരുന്നു. നീ ഒരു നല്ല പെണ്ണാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. വീരാൻ പറഞ്ഞിട്ട് പോയതെല്ലാം സത്യമാണോ? പറയാൻ ശ്രുതി ഞെട്ടി കണ്ടു നിറങ്ങിയ രവീന്ദ്രനെ നോക്കുമ്പോൾ സച്ചി പറയുകയാണ്, മറുപടി പറയാനാകാതെ നിൽക്കുന്നത് കണ്ടില്ലേ അച്ഛാ? പിടിക്കപ്പെട്ടു. ഇനിയും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. രവീന്ദ്രൻ ചോദിക്കുന്നു, ദേ നോക്ക്, നിനക്ക് മനസാക്ഷിയുണ്ടോ? ഇത്രയും കാലവും ഈ കുടുംബത്തെ ചതിക്കുകയല്ലായിരുന്നോ നീ? ഇത്രയും നാളും നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളെ എല്ലാവരെയും നീ പൊട്ടന്മാരാക്കുകയായിരുന്നു. കരഞ്ഞോണ്ട് ശ്രുതി പറയുന്നു, അങ്ങനെയൊന്നുമല്ല. അപ്പൊ രവീന്ദ്രൻ പറയണ, നീ മിണ്ടരുത്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചു അല്ലെ? നീ ബുദ്ധിശാലി, ഞങ്ങളെല്ലാം പൊട്ടന്മാർ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി കള്ളം പറയുമോ? ഇളയച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് നീ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയത്? അങ്ങനെ രവീന്ദ്രൻ ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. തുടർന്ന് രവീന്ദ്രൻ പറയുന്നു, രേവതിയും സച്ചി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആയുസ് മുഴുവൻ നീ കള്ളം പറഞ്ഞ് ഞങ്ങളെ പൊട്ടന്മാരാക്കുമായിരുന്നല്ലോ. ഇത് കേട്ട് സച്ചി പറയുകയാണ്, ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുകയുണ്ടായിരുന്നുള്ളൂ അച്ഛാ. പാർലറെടുത്തി പറഞ്ഞ കള്ളം ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടായ ഇറച്ചി വെട്ടുകാരനെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നത്. രവീന്ദ്രൻ ചോദിക്കുന്നു, നിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ നിങ്ങൾ 3 മരുമക്കളാണ്. നിങ്ങളെ ആരെങ്കിലും ഞങ്ങൾ മരുമകളായി കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മകളായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. നിനക്ക് ചന്ദ്ര സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അവളെ നീ വിശ്വസിപ്പിച്ച് ചതിക്കുകയല്ലായിരുന്നോ? എന്തിനാ നീ ഞങ്ങളെ എല്ലാവരെയും ചതിച്ചത്? നീ ആരാ? എടാ സുധി, നിനക്ക് ഇതൊക്കെ അറിയായിരുന്നോ? രണ്ടുപേരും കൂടി ചേർന്നാണോ എല്ലാവരെയും ചതിച്ചത്? പറയടാ. അപ്പൊ സച്ചി പറയുകയാണ്, അതിനുള്ള സാധ്യതയുണ്ട്. കാശിന്റെ കാര്യത്തിൽ നമ്മളെ ചതിച്ചവനല്ലേ? അപ്പൊ സുധി പറയുകയാണ്, അച്ഛാ ഞാൻ എങ്ങനെ അറിയാനാ? ഇവള് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാ. ഞാൻ ആരുടെ കൂടാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. രവീന്ദ്രൻ പറയുന്നു, നീ അയാളെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ വീട്ടിലുള്ള ഒരാളായിട്ടാ ഞങ്ങൾ എല്ലാവരും കണ്ടത്. നിനക്ക് എങ്ങനെ തോന്നി ഞങ്ങളെ ചതിക്കാൻ? ഇപ്പോഴെങ്കിലും നീ സത്യം പറ. എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? എന്തിനാ ഞങ്ങളെ ചതിച്ചേ? കരഞ്ഞോണ്ട് ശ്രുതി പറയുന്നു, ഞാൻ ആരെയും ചതിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തത്. അപ്പൊ ദേഷ്യത്തോടു കൂടി അവിടെ വന്ന് എഴുന്നേറ്റ് ചന്ദ്ര പറയുകയാണ്, നിർത്തടി. ശ്രുതി ഞെട്ടി ചന്ദ്രയെ നോക്കുകയാണ്. സച്ചിയും രേവതിയും രവീന്ദ്രനും സുധിയും എല്ലാം ഞെട്ടി ചന്ദ്രയെ നോക്കുമ്പോൾ ശ്രുതിയുടെ അരികിലേക്ക് വന്ന ചന്ദ്ര ചോദിക്കുന്നു, ആരാടി നീ? എവിടുന്നാ വന്നേ? ശരിക്കും നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഇത്രയും നാളും ഇവിടെ നീ നല്ലവളായിട്ട് അഭിനയിച്ച് വാ തുറന്നാൽ കള്ളം പറയുകയല്ലായിരുന്നോ? അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ കർണപുക ചടിക്കുകയാണ്. ശ്രുതി കരഞ്ഞോണ്ട് ആന്റി എന്ന് വിളിക്കുമ്പോൾ വിരൽ ചൂണ്ടി ചന്ദ്ര പറയുന്നു, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ആന്റി ആന്റി എന്ന് വിളിച്ച എന്നെ ചതിക്കുകയല്ലായിരുന്നോ? പോടി അങ്ങോട്ടെന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു തെള്ളുകയാണ് ചന്ദ്ര. ചന്ദ്ര നീ ദേഷ്യപ്പെടാതെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ദേഷ്യപ്പെടാതെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? മനുഷ്യര് കള്ളം പറയും, ഒന്നോ രണ്ടോ. ഇവളുടെ ജീവിതം മുഴുവൻ കള്ളമാണല്ലോ. നുണയുടെ സ്വരൂപമാണോ ഇവള്? ഇവള് എന്റെ മരുമകളാ, ഞാൻ കൊണ്ടുവന്ന മരുമകളാ. ഇവളെ പോലെ ഒരു മരുമകളെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരോടും അഭിമാനത്തോടു കൂടി സംസാരിച്ചല്ലേ. പക്ഷെ നീ എന്നെ ഇന്ന് ചെരുപ്പ് വെച്ച് അടിച്ചതുപോലെ ആയില്ലേ? അയ്യോ ഇല്ല ആന്റി എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്ര പറയണ, നീ മിണ്ടരുത്. ഏതോ ഒരു ഇറച്ചിക്കടക്കാരനെ നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന അവൻ വലിയ മലേഷ്യക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നീ എന്തൊക്കെ ചെയ്യിപ്പിച്ചു? ഓർക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. നീ കാരണം ഞങ്ങൾക്ക് എന്ത് അപമാനമായെന്നറിയോ? എന്തൊരു അഭിനയമായിരുന്നു. ഇങ്ങനെ ഒരുത്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ സുധിയുടെ അരികിലേക്ക് വന്ന വിരൽ ചൂണ്ടി ചന്ദ്ര ചോദിക്കുന്നു, എടാ നിനക്കത് അറിയാമായിരുന്നോ? കൈകൂപ്പി സുധി പറയുന്നു, എനിക്കറിയില്ലായിരുന്നമ്മേ, സത്യമായിട്ടും അറിയില്ലായിരുന്നു. ചന്ദ്ര ചോദിക്കുന്നു, എടി നിനക്ക് എങ്ങനെ ഇത്രയും നുണകൾ പറയാൻ കഴിയുന്നു? ഒരു നിമിഷം കൊണ്ടല്ലേ നീ നുണകൾ പറയുന്നത്? അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ നിനക്ക്? നിന്നെയൊക്കെ വിശ്വസിച്ച് അടുത്ത് കിടക്കാൻ പോലും പറ്റില്ല. ഉറങ്ങുമ്പോൾ തലയിൽ കല്ലെടുത്തിട്ട് കൊല്ലും. ആന്റി അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് കരഞ്ഞോണ്ട് ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ കർണപുക ചടിച്ച് ചന്ദ്ര ചോദിക്കുന്നു, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നുണകളുടെ മേളിൽ നുണകൾ പറഞ്ഞത്? അങ്ങനെ ശ്രുതിയെ തല്ലി ചതച്ച് ചന്ദ്ര പറയുകയാണ്, നിന്നെയൊക്കെ തൊട്ടാ തന്നെ പാവമാ. നീ ചെയ്തത് ദ്രോഹമാ. നീ വിശ്വാസവഞ്ചകയാ. നിന്നെ വിശ്വസിച്ച എന്നെ ചതിച്ചില്ലേ നീ? അഭിമാനത്തോടുകൂടി നീ എന്റെ മരുമകളാണെന്ന് ഈ നാട്ടുകാരോടെല്ലാം ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ പോലും ഞാൻ അവരോടെല്ലാം നിന്നെ കുറിച്ച് അഭിമാനത്തോടു കൂടിയല്ലേ പറഞ്ഞത്? നിന്നെ ഞാൻ എന്റെ തലയിൽ വെച്ചോണ്ട് നടക്കുകയല്ലായിരുന്നോ? ഇത് കേട്ട് സച്ചി പറയുന്നു, അതാ അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് കേട്ട് ചന്ദ്ര പറയണ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവനോട് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അവൻ ചോദിച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഇനി നാട്ടുകാരും ചോദിക്കും. നാട്ടുകാരന്റെ മുഖത്ത് കാറി തുപ്പില്ലേ? അങ്ങനെ ചന്ദ്ര കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വലിച്ചെറിയുമ്പോൾ ആന്റി പ്ലീസ് ആന്റി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്രുതി അരികിലേക്ക് ഓടി വരികയാണ്. തൊടരുതെന്നെ എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു തെള്ളുകയാണ് ചന്ദ്ര. ആന്റി എന്ന് വിളിച്ച് ശ്രുതി കരയുമ്പോൾ ചന്ദ്ര പറയണം, ഇങ്ങനെ സംസാരിച്ച് നീ എന്നെ ചതിക്കുകയല്ലായിരുന്നോ? എന്റെ മോൻ പാവല്ലേ, അവനെ നീ ചതിച്ചില്ലേ? നീയൊക്കെ ഒരു മനുഷ്യജന്മാണോ? നിന്നെ പറയുന്ന എന്തിനാ? നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് തലയാട്ടിയ ബൊമ്മകളല്ലേ ഞങ്ങള്. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുവാ. അപ്പൊ ശ്രുതി പറയുന്നു, ആന്റി പ്ലീസ് ആന്റി, ആന്റി എന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പൊ ചന്ദ്ര പറയണം, മിണ്ടരുത്. പുതിയതായിട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങുകയാണോ? നിന്റെ കള്ളം കേൾക്കണ്ട. ഇനി നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചോ? ശ്രുതിയുടെ അരികിലേക്ക് വരുന്ന ശ്രുതി പറയുന്നു, ശ്രുതി ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്. ശ്രുതിയെ തടഞ്ഞ് അടിക്കാനായി ഓങ്ങിക്കൊണ്ട് ചന്ദ്ര പറയുകയാണ്, ഇനി എന്റെ മോനോട് സംസാരിക്കരുത്. സംസാരിച്ചാൽ കൊന്നുകളയും ഞാൻ. രേവതി പതിയെ സച്ചിയോട് പറയുന്നു, അമ്മ ശ്രുതിയെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ സച്ചി പറയണ, ചോദിച്ചിട്ടെന്തിനാ? അതും കള്ളമല്ലേ പറയൂ. അപ്പൊ ചന്ദ്ര പറയുകയാണ്, നിന്നെ വിശ്വസിച്ച് ഞാനല്ലേ എന്റെ മകനെ കൊണ്ട് നിന്റെ
കഴുത്തിൽ താലി കെട്ടിച്ചത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചില്ലേ? അതിന് എന്നെയാ തല്ലേണ്ടത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ കൊല്ലേണ്ടതാ. ഇനി നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇറങ്ങിപ്പോടി ആന്റി പ്ലീസ് എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഇറങ്ങിപ്പോടി, പോകാനല്ലേ പറഞ്ഞേ, പോടി എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു തള്ളുകയാണ് ചന്ദ്ര. ആന്റി പ്ലീസ് എന്ന് പറഞ്ഞ് ശ്രുതി കരയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ നീ ഒന്ന് അടങ്ങ്, ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കേൾക്ക്. അപ്പൊ ചന്ദ്ര പറയുകയാണ്, ഇനി എന്ത് കേൾക്കാനാ? ഇതുവരെ അവള് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടത് മതിയായില്ലേ? ഇനി ഇവള് പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിക്കണോ? ഇറങ്ങിപ്പോടി, ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കരുത്. അപ്പൊ രേവതി പറയുന്നു, അമ്മേ ശ്രുതിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. രേവതിയുടെ നേരെ വിരൽ ചൂണ്ടി ചന്ദ്ര പറയുകയാണ്, നിന്നോട് ഞാൻ ചോദിച്ചോ? മിണ്ടാ നിൽക്കടി അവിടെ, പോടി പുറത്ത്, പോകാനല്ലേ പറഞ്ഞത്. അപ്പൊ ശ്രുതി പറയണേ, പ്ലീസ് ആന്റി, ആന്റി എന്നെ വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്തോ, പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. അപ്പൊ ചന്ദ്ര പറയണേ, ഒന്നും നീ പറയണ്ട, ഇറങ്ങിപ്പോടി. ഇനി നീ ഈ വീട്ടിൽ ഒരു നിമിഷം നിന്നാ പോലും എനിക്ക് നാണക്കേടാ, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞേ. ശ്രുതി കരഞ്ഞുകൊണ്ട് സുധിയെ നോക്കുമ്പോൾ സുധിയെ മുഖം ധരിക്കുകയാണ്. രേവതി ചോദിക്കുന്നു, സച്ചിയേട്ടാ നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? അപ്പൊ സച്ചി പറയുകയാണ്, ഞെട്ടി നിൽക്കുക, പുറത്തു വരാൻ കുറച്ച് സമയം എടുക്കും. കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നു, ആന്റി പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. അപ്പൊ ചന്ദ്ര പറയുകയാണ്, ഇപ്പോഴാടി എനിക്ക് നിന്നെ നന്നായി മനസ്സിലായത്. നീ എങ്ങനത്തോടാണെന്ന് ഇപ്പൊ നന്നായി മനസ്സിലായി. നീ ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ ആരെയും ചതിക്കാൻ നീ മടിക്കില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിച്ച് എന്റെ മകന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും പോകുന്നതാ നല്ലത്. അപ്പൊ ശ്രുതി പറയുന്നു, ഇല്ല ആന്റി ഞാൻ പോകില്ല, ഇത് എന്റെ വീടാ. അങ്കിൾ പ്ലീസ്, അങ്കിൾ ഒന്ന് പറ. അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, അവക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. അപ്പൊ സച്ചി പറയുകയാണ്, അമ്മേ പറയട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അവരെ തടഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുകയാണ്, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഈ വീട്ടിൽ ആര് താമസിക്കണം താമസിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും, ഇറങ്ങിപ്പോടി. കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നു, ആന്റി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പൊ ചന്ദ്ര പറയുകയാണ്, എന്റെ ദേഷ്യം കൂട്ടാതെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. അപ്പൊ ശ്രുതി പറയുകയാണ്, ഞാൻ പോകില്ല ആന്റി, സുധിയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. അങ്ങനെ സുധിയുടെ കയ്യിൽ പിടിച്ച് ശ്രുതി പറയുകയാണ്, സുധി നീ പറ, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് പ്ലീസ്. ശ്രുതിയെ തള്ളി മാറ്റി ചന്ദ്ര ചോദിക്കുന്നു, നിനക്കെന്താ അവനോട് സംസാരിക്കാനുള്ളത്? ഇറങ്ങിപ്പോ. ഇല്ല ആന്റി ഞാൻ പോകില്ല എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്ര ചോദിക്കണ, നീ പോകില്ലേ? അപ്പൊ ശ്രുതി പറയണ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്ക്, മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ പോകില്ലേ? പോടി എന്ന് പറഞ്ഞ് ശ്രുതിയുടെ മുടിക്ക് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചന്ദ്ര. ആന്റി എന്ന് വിളിച്ച് ഉറക്ക കരയുകയാണ് ശ്രുതി. രവീന്ദ്രൻ തടയാൻ വരുമ്പോൾ ചന്ദ്ര പറയുന്നു, നിങ്ങൾ മിണ്ടരുത്, പോകാൻ പറഞ്ഞാൽ നീ പോകില്ലേ? അത്രയ്ക്ക് അഹങ്കാരമോ? ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് ശ്രുതിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിച്ചു തെള്ളുകയാണ് ചന്ദ്ര. ശ്രുതി കരഞ്ഞുകൊണ്ട് ചന്ദ്രയെ നോക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, എന്നെ ചതിച്ചില്ലേ നീ? രവീന്ദ്രൻ ചന്ദ്രയെന്ന് വിളിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ആരും ഒന്നും പറയണ്ട. ശ്രുതി കണ്ണു തെറിഞ്ഞ സുധിയെ നോക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറയണ, നീ നല്ലവളാണെങ്കിൽ ഇറങ്ങിപ്പോടി. അപ്പൊ രേവതി പറയുന്നു, അമ്മേ പാവല്ലേ, പറയാനുള്ളതൊന്ന് കേൾക്ക്, നീ അകത്ത് പോടിയെന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി പറയണ, പ്ലീസ് ആന്റി. ശ്രുതി എന്ന് വിളിച്ച് രേവതി അരികിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് ചന്ദ്ര പറയണ, നീ പോവാണെങ്കിൽ അവളുടെ കൂടെ പൊയ്ക്കോണം, അല്ലെങ്കിൽ അകത്തേക്ക് പോ. ഇത് കേട്ട് രേവതി അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ വിരൽ ചൂണ്ടി ചന്ദ്ര പറയുന്നു, ഇനി ഈ ജന്മത്തിൽ നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല, ഇറങ്ങിപ്പോ. പോകുന്നതാ നിനക്ക് നല്ലത്. നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ, നല്ല ചോരയ്ക്ക് പിറന്നവളാണെങ്കിൽ ഇറങ്ങിപ്പോടി. ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്, പോകാനാ പറഞ്ഞേ. അങ്ങനെ ദേഷ്യത്തോടുകൂടി ശ്രുതിയുടെ ബാഗ് വലിച്ചെറിഞ്ഞ് വാതിലടയ്ക്കുകയാണ് ചന്ദ്ര. ശ്രുതി കരഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്